ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ റീസെൻ്റ്ലി ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്തിരുന്നു ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ മെയിനായിട്ട് അതിൽ വന്നൊരു കോമെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ ലിവ് വിത്ത് മൈ ഫാദർ മദർ ആൻഡ് ബ്രദർ, ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന ടെക്സ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മദർ കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ കൊടുത്തിരുന്നു. അപ്പോൾ ഒരു കോമെൻറ്റ് വന്നത് ഇവിടെ ഈ കോമയുടെ ആവശ്യം ഇല്ല എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കോമയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ്സ് കോൾഡ് ഓക്സ്ഫോർഡ് കോമ. റൈറ്റ്. അപ്പോൾ നമ്മൾ മൂന്നോ അതിൽ കൂടുതലോ ഐറ്റംസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം കഴിഞ്ഞിട്ടൊരു കോമ വേണോ വേണ്ടയോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഈ ഫാദർ മദർ ആൻഡ് ബ്രദർ, ഓൾറെഡി ഇവിടെ ആൻഡ് ഉണ്ട്, പിന്നെ എന്തിനാ ഈ കോമ, ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ കോമ, നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഈ കോമേനെയാണ് നമ്മൾ ഓക്സ്ഫോർഡ് കോമ അല്ലെങ്കിൽ ഹാർവേഡ് കോമ അല്ലെങ്കിൽ സീരിയൽ കോമ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലൂടെ കോമ ഇല്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഐ ലിവ് വിത്ത് മൈ ഫാദർ മദർ ആൻഡ് ബ്രദർ, മീനിങ് കൺവേഡ് ആണ്. പക്ഷേ ഈ ഓക്സ്ഫോർഡ് കോമയുടെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഐ ഇൻവൈറ്റഡ് മൈ സിസ്റ്റേഴ്സ് മാളവിക ആൻഡ് രേഷ്മ ടു ദ പാർട്ടി. ഈ സെൻറ്റൻസ് നോക്കിക്കേ. ഇത് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഐ ഇൻവൈറ്റഡ് മൈ സിസ്റ്റേഴ്സ് മാളവിക ആൻഡ് രേഷ്മ ടു ദ പാർട്ടി. ഇവിടെ മാളവികയും രേഷ്മയും എൻ്റെ സിസ്റ്റേഴ്സ് ആണോ അല്ലയോ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ചില ആൾക്കാർ ഇതിനെ മാളവികയും രേഷ്മയും എൻ്റെ സിസ്റ്റേഴ്സ് ആണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓക്സ്ഫോർഡ് കോമ ഉപയോഗിച്ചിട്ട് ലൈക്ക് ദിസ് ഒരു കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. നോക്കി, ഐ ഇൻവൈറ്റഡ് മൈ സിസ്റ്റേഴ്സ് മാളവിക ആൻഡ് രേഷ്മ ടു ദ പാർട്ടി. ഇവിടെ ഈ കോമ വന്നപ്പോൾ തന്നെ മൊത്തം ഈ സെൻറ്റൻസിൻ്റെ മീനിങ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയി. ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സും മാളവിക്കും രേഷ്മയും, ഇത് മൂന്ന് എൻറ്റിറ്റി ആണെന്നുള്ളത് തരംതിരിഞ്ഞു ഈ ഒരു കോമ ഇട്ടപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഓക്സ്ഫോർഡ് കോമ വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. ഈ ഓക്സ്ഫോർഡ് കോമയെ വെച്ച് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത് US-ലാണ്. UK-ൽ ഇത് അത്ര പോപ്പുലർ അല്ല. പക്ഷേ UK-ലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ ഇത് യൂസ് ചെയ്യും. ഓക്കെ. ഇനി ചില ആൾക്കാർ ഓക്സ്ഫോർഡ് കോമയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ അത് ഓക്സ്ഫോർഡ് കോമ വേണ്ട എന്ന് രണ്ട് തരം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഓക്സ്ഫോർഡ് കോമ ഉള്ളതുകൊണ്ടുള്ള ഉപകാരം നമ്മൾ കണ്ടു. ഇനി ഓക്സ്ഫോർഡ് കോമ ഉപയോഗിക്കാത്ത ആൾക്കാരില്ലേ, അവർ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി ഓക്സ്ഫോർഡ് കോമ നിങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡർ മാറ്റിയാൽ മതി. ഓക്കെ. ഐ ഇൻവൈറ്റഡ് മാളവിക രേഷ്മ ആൻഡ് മൈ സിസ്റ്റേഴ്സ് ടു ദ പാർട്ടി. ഇവിടെ ക്ലിയർ ആണ്. ഐ ഇൻവൈറ്റഡ് മാളവിക രേഷ്മ ആൻഡ് മൈ സിസ്റ്റേഴ്സ്. അവിടെ സിസ്റ്റേഴ്സ് വേറിട്ട് വന്നു. അപ്പോൾ ഇവിടെ മാളവിക്കും രേഷ്മയും എൻ്റെ സിസ്റ്റേഴ്സ് അല്ല എന്നുള്ളത് ക്ലിയർ ആണ് ഇതിൽ. ഓക്കെ. ദാറ്റ് വാസ് ഇറ്റ് ഗൈസ്. പിന്നെ ഇതിൻ്റെ യൂസേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്സ്ഫോർഡ് കോമ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ആർട്ടിക്കിൾ ഒരു essay എന്തെങ്കിലും എഴുതുമ്പോൾ ത്രൂ ഔട്ട് ഒന്നില്ലെങ്കിൽ ഓക്സ്ഫോർഡ് കോമ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. ഓക്കെ. അല്ലാണ്ട് ഒരു സെൻറ്റൻസിൽ ഓക്സ്ഫോർഡ് കോമ ഉപയോഗിക്കുന്നു, അടുത്ത സെൻറ്റൻസിൽ ഉപയോഗിക്കാതിരിക്കുന്നു, അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒന്നിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. That was it guys. I hope this video was informative, and in case you want to know more details about the courses that we offer here at English House, you can click on the link in the description. Thank you so much. English House. English at your fingertips.